കേരള രാഷ്ട്രീയത്തിലെ അതികായന്മാരായിരുന്ന കെ.ആർ. ഗൗരിയമ്മ, കെ.എം. മാണി, ബേബി ജോൺ, പി.ജെ. ജോസഫ് എന്നിവരുടെ തട്ടകമായിരുന്ന റവന്യൂ വകുപ്പിൽ ഇത് ആദ്യമായി പട്ടികജാതിക്കാരനായ ഒരാളെ മന്ത്രിയായി ചുമതലയേൽപ്പിച്ചിരിക്കുകയാണ്. ഇതിന് കേരളത്തിൻ്റെ പുതുയുഗ നായകനായ മുഖ്യമന്ത്രി വി.ഡി. സതീശനെയും കോൺഗ്രസ് പാർട്ടിയെയും നമുക്ക് അഭിനന്ദിച്ചേ പറ്റൂ. സാധാരണ പട്ടികജാതിക്കാരനായ ഒരു മന്ത്രിക്ക് ആ വകുപ്പും പിന്നോക്കക്ഷേമവും ചില അപ്രധാന വകുപ്പുകളുമാണ് നൽകി വരാറുള്ളത്. ഭരണനിർവഹണത്തിലും ജനജീവിതത്തിലുമുള്ള സ്വാധീനം കണക്കിലെടുത്ത് ഏറ്റവും പ്രധാന വകുപ്പുകളായി കരുതുന്ന പൊതുഭരണവും ആഭ്യന്തരവും ധനകാര്യവും കഴിഞ്ഞാൽ നിർണായകമായി വരുന്ന റവന്യൂ വകുപ്പാണ് പട്ടികജാതിക്കാരനായ എ.പി. അനിൽകുമാറിന് കൊടുത്തിരിക്കുന്നത്. അധികാര ശ്രേണിയിലുള്ള സവർണ വിഭാഗങ്ങളുടെ മേൽക്കോയ്മ നീളാൾ വാഴുന്ന ഈ സാക്ഷര കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ നിരവധി തവണ അധികാരത്തിൽ വന്നിട്ടുണ്ടെങ്കിലും ഇത്രയും ധീരമായ തീരുമാനം അവർക്കും എടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതും ശ്രദ്ധിക്കപ്പെടേണ്ട കാര്യമാണ്.